ആനയല്ല ആവശ്യം. ഒരു യാത്ര പോകുന്നതാണ് ഇന്ന്. വയനാട്ടിലേക്കാണ് യാത്ര. ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, കുറച്ച് പേർ എൻ്റെ കൂടെ ഉണ്ട്. അതിലൊരാളാണ് ഇവൻ, അഞ്ജലി. ഇവനെ ആദ്യം പിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് മമ്പറത്തേക്കാണ്. പുലർച്ചെ എണീച്ചുകൊണ്ട് ആശാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെന്നിട്ട് മെല്ലെ യാത്ര ഇങ്ങനെ തുടങ്ങിയത്. അടുത്തയാൾ നമ്മൾ മമ്പറത്ത് നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ പേര് മിഥുൻ എന്നാണ്. MD Tech എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക്. അങ്ങനെ മിഥുനെയും കൂട്ടിയിട്ട് നമ്മൾ യാത്ര തുടർന്ന് നേരെ നെടുമ്പൊഴി ചുരം വഴിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ 3 പേര് മാത്രമല്ല കേട്ടോ യാത്രയിലുള്ളത്. നമ്മളെ കൂടെ ഇന്നും ആൾക്കാരുണ്ട്. അവർ മുന്നേ പോയി, നമ്മൾ കുറച്ച് ലേറ്റായി പോയി. പിന്നെ നമ്മളിപ്പോൾ നെടുമ്പൊഴി ചുരം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പം ചുരം റോഡിൽ നല്ല താറിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം അതിലെ ഉള്ളത്. ആനയല്ല ആവശ്യം. ഇവരങ്ങനെ പലതും പറയാം, അതൊന്നും വിശ്വസിക്കണ്ടാ. നമ്മൾ നല്ല വൈബ് അടിച്ചിട്ടാണ് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫ്രണ്ട്സിനൊപ്പം പോകുന്നത് വെച്ചാൽ അത് വേറെ തന്നെ ഒരു വൈബാണ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ. വയനാട് കുറച്ച് പരിപാടി ഉണ്ട്. പരിപാടി എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. കാരണം കുറച്ച് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. അത് ആടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. ടാറിങ് എല്ലാം കഴിഞ്ഞത് കൊണ്ട് തന്നെ യാത്ര ഭയങ്കര സുഖകരമായിരുന്നു ചുരം റോഡ്. കാരണം മുന്നെയൊക്കെ പോകുന്ന വെച്ചാൽ കുണ്ടും കുഴിയും നിറഞ്ഞിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നത് 2-3 മാസമായും തോന്നി ഈ ടാറ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മളിവിടെ വയനാടെത്തി. വയനാട് നമ്മളെയും കാത്തിട്ട് ഒരു ടീം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം വരാ. മാനന്തവാടി ടൗണിൻ്റെ പുറത്തായിരുന്നു നമ്മൾ കാറ് വെച്ചത്. കാറ് വെച്ചിട്ട് നമ്മൾ ഇനിയുള്ള യാത്ര ഇത് ഈ കാണുന്ന ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെ കൂടെ 3 പേര് വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. അശ്വിൻ, ശംല, വിവറ്റോ ആണ് ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ആ ജീപ്പിൽ കയറിയിട്ട് യാത്ര തുടങ്ങി. ജീപ്പിൽ തന്നെ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ്. നമുക്ക് അവിടെ ഒരു വീഡിയോ ഷൂട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കാണുന്ന മനോഹരമായിട്ടുള്ളൊരു എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ വന്നത്. പുലികളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പുലികൾ ആരല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ 4 പുലികളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇവരെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളെയും കൂട്ടി ബിവറ്റ് വന്നിട്ട് ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല അടിപൊളി കാഴ്ചയേനു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്നത്. ഒരു ഓഫ് റോഡ്, ചെറിയൊരു തണുപ്പും നല്ല വെയിലുമാണ് വയനാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. പക്ഷേ എന്നാലും ഓക്കെയാണ്. നല്ലൊരു വൈബേനു നമുക്ക് ആ യാത്രയിലൂടെ കിട്ടിയത്. കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല മനോഹരമായ സ്ഥലത്തോട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉള്ളവരും സെയിം തന്നെയാണ്. അവർക്കും ഈ യാത്ര നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബിവറ്റോ നല്ലൊരു ഡ്രൈവറാണ്. അവൻ അത്രയും കംഫർട്ടായിട്ടാണ് നമ്മളെ ഈ വഴികളിലൂടെ കൊണ്ടുപോയത്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം ഈ വണ്ടീൻ്റെ ഒക്കെ വീഡിയോ എടുക്കണം. അപ്പം വീഡിയോ എടുക്കുന്നത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വീഡിയോയിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാഞ്ഞത്. ഞാൻ പലതവണ വയനാട് വന്നിട്ട്, പക്ഷേങ്കിൽ ഇതുപോലെ ഞാനൊരു എസ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ ഓഫ് റോഡ് ജീപ്പിൽ കയറിയിട്ടോ വയനാട്ടിലോട്ടോ യാത്ര ചെയ്തിട്ടേ ഇല്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു യാത്ര. പിന്നെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.